ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വിനീത് ദാസൻ്റെ അടിച്ച് ദാസൻ്റെ കഴുത്തൊക്കെ കുളുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ദാസനും ഗീതയും കൂടി പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുജാത ഒന്നും അറിയാത്ത മട്ടിൽ ഉമ്മറത്ത് ചാരുകസേരയിൽ പേപ്പർ വായിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ഗീതയും ദാസനും കൂടി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയും, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇനി ഇവിടുത്തെ മെമ്പറിനെയും നാട്ടുകാരെയൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് ഇനി ഇങ്ങോട്ട് വരാം. അപ്പോൾ നീ എന്തിനാ അവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്? അത് ഇവിടുത്തെ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അമ്മയെന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നീ അവരെ കൂട്ടി ഇങ്ങോട്ട് വരുന്നു വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മെമ്പറോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ല, ഞാനാണ്. സ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള സ്വത്തും സ്വർണവും ഒക്കെ നിൻ്റെ വിവാഹ സമയത്ത് തന്നിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കേണ്ട, അതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ തരാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം മോളങ്ങോട്ട് മാറ്റി വെച്ചേക്ക് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോവുകയാണെന്നാൽ നിങ്ങൾക്കിപ്പം മകനെയും മകളെയും കിട്ടിയപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ എന്ന് പറഞ്ഞ ഗീത വാശിയിൽ തന്നെയാണ്. അപ്പോൾ ഗീതയുടെ മകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം മോള് മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഗീതയ്ക്ക് നല്ല ദേഷ്യം വരും. ഗീത പറയും, മതി നീ ഉമ്മ വെച്ചത്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെ ആ കുഞ്ഞിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ സുജാതയ്ക്ക് പറയും, നീ എന്തിനാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്? അതെൻ്റെ മോളല്ലേ, നിങ്ങൾ എന്തിനാണ് അതിലിടപെടുന്നത്? ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ, ഞാൻ ചിലപ്പോൾ പട്ടിണിക്കിടും, ചിലപ്പോൾ തിന്നാൻ കൊടുക്കും, ചിലപ്പോൾ കൊല്ലും. ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ പോവും. അപ്പോൾ നമ്മുടെ സുജാത പറയും ഗംഗയുടെ അടുത്ത്, നമുക്കിനി മതി, എനിക്ക് നന്നായി വിശക്കുന്നു, നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഗംഗയെ വിളിച്ചു കൊടുക്കണം. അങ്ങനെ ഗംഗയും വിനീതും സുജാതയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മോളെ നീ അവനാ മോര് വിളമ്പി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഗംഗ മോര് വിളമ്പുമ്പോൾ ചോദിക്കും, വിനീതേട്ടാ മോര് വിളമ്പാൻ പറ്റുമോ, അതോ നിങ്ങൾ ഛർദ്ദിക്കുമോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഗംഗ, അത് ഞാൻ കുടിച്ച പോലെ അഭിനയിച്ചതാണ്, ഞാനത് കമത്തിക്കളയാണ് ചെയ്തത്. അമ്മായി അറിഞ്ഞോ, അമ്മായി വിനീതേട്ടൻ്റെ ഒരു വിശേഷം അറിഞ്ഞോ എന്ന് ചോദിക്കും സുജാതയുടെ അടുത്ത് ഗംഗ. ഞാൻ അറിഞ്ഞു, അവൻ കുടിച്ചിട്ട് കടയുടെ മുകളിൽ നിന്ന് തലയിൽ കുപ്പി വെച്ച് ഡാൻസ് കളിച്ചല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞിക്കണം. അത് മാത്രമല്ല അമ്മായി, വേറെയും കുറേ വിശേഷങ്ങൾ അന്നത്തെ ദിവസം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാവേരിയെ ചീത്ത വിളിച്ചതും ബോധമില്ലാണ്ട് വന്ന് കട്ടിലുമേ കിടന്നുറങ്ങിയതും പിറ്റേ ദിവസം മോര് കുടിപ്പിച്ചതും അങ്ങനെ സകലമാന കഥകളും ഗംഗ സുജാതയുടെ അടുത്ത് പറയും. അപ്പോൾ വിനീതിന് ആകെ ചമ്മലും നാണക്കേടായി. എല്ലാവരും കൂടി അവസാനം ചിരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിനീത് പറയും, നമുക്ക് പോണ വഴിക്ക് മോൾക്ക് മരുന്ന് വാങ്ങാനുണ്ട്, മോൾക്കുള്ള പരിക്കുള്ള മരുന്ന് വാങ്ങാനുണ്ട്, വീട്ടിൽ പോകുമ്പോൾ നീ അത് ഓർമ്മിപ്പിക്കണേ ഗംഗയെന്ന് പറയും. അപ്പോഴാണ് സുജാത ഞെട്ടുക. സുജാത ചോദിക്കും, നീ എന്താ എവിടേക്ക് പോണ കാര്യം പറയണത്, നിൻ്റെ വീട് ഇതല്ലേ? അങ്ങനെയല്ല അമ്മേ, എപ്പോഴും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടത്തിനാണ് നമ്മൾ വീട് എന്ന് പറയുക. ഈ വീടിന് ഞാൻ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്, പക്ഷേ ഇത് ഒരിക്കലും എനിക്ക് ഈ വീടല്ലാതായി മാറി. ഇപ്പോൾ എൻ്റെ വീട് അതാണ്, ഞാൻ അങ്ങോട്ട് എന്തായാലും പോവും എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി സുജാതയ്ക്ക് ആകെ വിഷമാവും. അപ്പോൾ സുജാത ഭക്ഷണം കഴിക്കൽ നിർത്തിയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവും. അപ്പോൾ വിനീതിനോട് ഗംഗ പറയും, വിനീതേട്ടൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അമ്മായിക്ക് നല്ല വിഷമമായി. അതൊന്നും കുഴപ്പമില്ല, നീ എനിക്ക് ഭക്ഷണം വിളമ്പിത്തായോ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കാവേരിയെ കാണിക്കുന്നുണ്ട്. കാവേരിയുടെ അടുത്ത് നിളമോൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഓടി വരികയാണ്. ഓടി വന്ന് കാവേരിയുടെ അടുത്തിരുന്നോടുകൂടി കാവേരി അങ്ങോട്ട് ദേഷ്യപ്പെടും. കാരണം കാവേരിയുടെ മനസ്സിലും തലയിലും ഒക്കെ ആ സ്ഥലത്തിനെ കുറിച്ചിട്ട്, 5 ഏക്കർ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമാണ്, ജയപാലം പറ്റിച്ചതിനെ കുറിച്ചിട്ടുള്ള ചിന്തയും. അപ്പോൾ കാവേരി നമ്മുടെ നിളമോളനെ വഴക്ക് പറയും, നീ എന്താ ഇങ്ങനെ ഓടി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിളമോളനെ ചീത്ത പറയുമ്പം യമുന വന്നിട്ട് പറയും, ചേച്ചി എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത്, അവൾ സംശയം ചോദിക്കാൻ വന്നതല്ലേ. അപ്പോഴാണ് നമ്മുടെ ശാരദയും വരുന്നത്. ശാരദ ചോദിക്കും, എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന്. അത് അമ്മയ്ക്കറിയില്ലേ, അമ്മയ്ക്കൊരു പ്രിയ ചേട്ടനുണ്ടായിരുന്നല്ലോ, ഒരു ജയപാലൻ, മുത്തശ്ശിയുടെ ഉണ്ണിക്കണ്ണൻ, അയാൾ ചെയ്ത ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്തെടുക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ശാരദ ചോദിക്കുകയാണ്, എന്താ നീ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഞാൻ ആ മനുഷ്യനെ എവിടെയും വെച്ച് കണ്ടിട്ടില്ല, അയാൾക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതെൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയൊരു അവസരം തരുമ്പോൾ ഞാനത് കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിക്കും ഏകദേശം രാധമ്മയ്ക്കും ഒരു സംശയം ഉണ്ട് എൻ്റെ ജയപാലനെ. അപ്പോൾ രാധമ്മ പറയും, അവന് ചെയ്തിട്ടുള്ളതിന് ദൈവം കൊടുത്തോളൂ, നീ വിഷമിക്കേണ്ട എന്ന്. അപ്പോൾ കാവേരി പറയും, ഇത് ഇത് പുരാണകാലമൊന്നുമല്ല, ശിക്ഷകൾ ചെയ്തതിന് ശിക്ഷിക്കാൻ ദൈവം
പുനർജനിക്കൊന്നുമില്ല. നമ്മളായിട്ട് മനുഷ്യന്മാർ തന്നെയായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം. അത് അരവിന്ദനെ ജയപാലൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവേരി ഞാൻ തന്നെ അതെല്ലാം തീർക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് കാവേരി ഒരു ഉഗ്രശപഥമെടുത്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഗംഗയും വിനീതും സുജാതയുടെ യാത്ര പറയുകയാണ്. അപ്പോൾ സുജാതയ്ക്ക് വളരെ വിഷമമുണ്ട് ഇവർ തിരിച്ചു പോകുന്നതിൽ. പക്ഷെ സുജാത പറയും ശരിയാണ്, വിനീത് മോൻ പറഞ്ഞതിൽ കുറേ ശരികളുണ്ട്. പക്ഷേ ഇപ്പോൾ വിനീതിന് ആവശ്യം ഗംഗയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നീ അവിടേക്ക് പൊക്കോളൂ, ഇടയ്ക്കൊക്കെ വരണം. ഞാനിവിടെ തനിച്ച് നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ കുറേയൊക്കെ തനിച്ച് ജീവിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അമ്മയ്ക്കിത് ശീലമാണ്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞ് സുജാത കരയാണ്. അപ്പോൾ സുജാത കരയുമ്പോൾ വിനീത് ആശ്വസിപ്പിക്കണം, അമ്മ കരയണ്ട, എന്തിനാണ് അമ്മ കരയണത്, പിന്നെ അമ്മയുടെ ശത്രു അമ്മ തന്നെയാണ്, അതായത് അമ്മ മറ്റുള്ളവരെല്ലാം ശത്രുവായിട്ട് കണക്കാക്കി. അങ്ങനെയാണ് അമ്മയുടെ ജീവിതത്തിൽ വീഴ്ചകൾ ആരംഭിച്ചത്. പിന്നെ അമ്മ അരവിന്ദമാമനെ ശപിച്ചപ്പോൾ അത് സത്യമായി. പക്ഷെ അമ്മ മനസ്സിൽ പോലും അത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പിന്നെ അമ്മ പിന്നെ എൻ്റെ വിവാഹത്തിൽ കാണിച്ചതും ഒക്കെയുള്ള കാര്യങ്ങളും അതൊന്നും അമ്മ ഒരു വാശിയോടെ ചെയ്തതാണെന്ന് എനിക്കറിയാം, അല്ലാണ്ട് അമ്മയ്ക്ക് എന്നോട് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല എന്നും എനിക്കറിയാമെന്ന്. അപ്പോൾ സുജാത പറയും, ശരിയാണ്, ഞാൻ അരവിന്ദേട്ടൻ മരിക്കണമെന്നോ അല്ലെങ്കിൽ അരവിന്ദേട്ടൻ്റെ കാലൊരു മുള്ളു കൊള്ളണമോ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞത് അതങ്ങോട്ട് സംഭവിച്ചു പോയി, അതിനെ ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേ കരയൊക്കെ ചെയ്യും. പിന്നെ ഗംഗയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും, മോളെ നിന്നെ ഞാൻ കുറേ ശപിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ശപിച്ച നാവ് കൊണ്ട് തന്നെ നീ നന്നാവാനും നിനക്ക് നല്ലത് സംഭവിക്കാനും വേണ്ടി മാത്രം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് സുജാത അവരെ സന്തോഷത്തിൽ യാത്രയാക്കുന്നതാണ്. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഗംഗയും കാവേരിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗംഗ പറയുകയാണ്, സുജാതമ്മയ്ക്ക് ഒത്തിരി മാറ്റം വന്നു. കാവേരിയും ശരി തന്നെയാണ്, സുജാതമ്മയോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും സുജാതമ്മയുടെ ഈ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നു എന്ന് പറയും. പക്ഷേ വിനീതേട്ടൻ അങ്ങോട്ട് പോയി താമസിക്കാൻ സമ്മതിക്കുന്നില്ല, വിനീതേട്ടൻ ഇവിടെ നിൽക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കാവേരിയും പറയും ശരി തന്നെയാണ്, സുജാതമ്മയുടെ സ്വഭാവം എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ട, എന്തായാലും ഇവിടെ നിൽക്ക്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക എന്നും കൂടി നോക്കണം. അപ്പോൾ കാവേരിയോട് ഗംഗ ചോദിക്കും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ കാവേരി പറയും, ചേച്ചി എന്താ അമ്മ പറയുന്നത് പോലെ ഇങ്ങനെ ചോദിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണ് കാവേരി ഇപ്പോഴും. അച്ഛൻ്റെ സ്വത്ത് ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് കാവേരി. ഇത്രത്തോളം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക.